ഹലോ ഗൈസ്, എനിക്ക് രാവിലെ തൊട്ട് ഭയങ്കര ജോലിയായിരുന്നു. അതിന് ശേഷം അടുത്ത വൈകിട്ട് എനിക്ക് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കുമ്പോൾ നമ്മുടെ കുട്ടൂസും കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് എന്നെ നോക്കിയിരിക്കുക കാവൽ. അപ്പോഴത്തേന് ഞാൻ നല്ല ഉറക്കം. അപ്പോഴത്തേന് ഞാൻ ഓർത്തൊന്ന് ചുമ്മാ വീഡിയോ എടുക്കാമെന്ന് കണ്ട് മുറിക്കകത്തെല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുക. ഞാനെല്ലാം വൃത്തിക്കാക്കി കിട്ടുക. പക്ഷെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും എല്ലാം കൂടെ വാരി വലിച്ചെടുക്കും. പിന്നെ ബാഗ് എടുത്ത് ഞാൻ തോളത്തിട്ട് ഓരോ റൂമിൽ കയറി ലൈറ്റ് നിർത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ റൂമിൽ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുക. ഒരു മുറിക്കകത്ത് കയറി ആ മുറിയിൽ ലൈറ്റ് നിർത്തി അവിടെ നിന്ന് ഇറങ്ങി അടുക്കളയിലോട്ട് പോവുക. അവിടുത്തെ ലൈറ്റ് നിർത്തി അതിന് ശേഷം തിരിച്ച് ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതും നിർത്തി. അതും കഴിഞ്ഞ് ഹാളിലേക്ക് ഞാനിപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേന് ഹസ്ബൻഡ് ചോദിച്ചു, നീ എവിടെ പോയി ഈ ബാഗ് നോക്കി? ഞാനെങ്ങും പോകുമല്ലോ, ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് ഞാൻ തോളത്തെ ബാഗ് ഇട്ടതാ. അപ്പോഴത്തേന് മോളെ റേഷൻ കടയ്ക്ക് വിട്ടേക്കുക. അവൾ വന്നിട്ട് വേണം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ. കുറച്ച് സാധനം മേടിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ അവളെ നോക്കി ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേനും ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ പോയി നോക്കി ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേനും ഞങ്ങളുടെ കുട്ടൂസൻ നോക്കിയിരിക്കും. അവൾ പോയപ്പം തൊട്ട് അവൻ ആ ഗേറ്റിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കും വരുന്നവരെ. അപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനായിരിക്കും അവൾ വരും പറഞ്ഞ് ഞാൻ നോക്കി നിൽക്കുക. മണിക്കൂറുകളായി ഒരുങ്ങിക്കെട്ടി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴത്തേനും നാട് വന്നു കഴിഞ്ഞു ഗൈസ്. വന്നിട്ടിപ്പോൾ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറണമെങ്കിൽ കുട്ടൂസന് അനുവാദം വേണം. അവനല്ലെങ്കിൽ ഗേറ്റ് തുറന്ന് ഒറ്റ ഓട്ടോ ഓടും. അപ്പോഴത്തേനും പിന്നെ അങ്ങനെ നോക്കി നിൽക്കും. അപ്പോഴത്തേനും അവൾ എന്നോട് പറഞ്ഞു, അമ്മ എന്നാ ഒരു സാധനം തരാമെന്നും പറഞ്ഞ് കയ്യിലോട്ട് തരുമായിരുന്നു. അപ്പോഴത്തേന് എടുത്ത് കൈ തന്നപ്പോഴത്തേന് നാട് നോക്കും, എന്തുവാ? അയ്യോ, എത്ര നാളായി ഇത് കണ്ടിട്ടെന്നറിയോ? കഴിഞ്ഞ ഇലക്ഷന് കണ്ടതാണ്, മണ്ണെണ്ണ റേഷൻ കടയിൽ പോയിട്ട് കിട്ടിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മുന്തിരിങ്ങ മേടിച്ചു ഗൈസ്. എൻ്റെ മോനെ അടുത്ത മാസം ദുബായ് അബുദാബിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒരു രസമൊന്നും പറഞ്ഞ് മോള് മുന്തിരിങ്ങ വൈൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞിരിക്കുക. അപ്പോഴാണ് ഗൈസ് എല്ലാം കഴിഞ്ഞു. എനിക്ക് തലവേദന എടുക്കുന്നു ഗൈസ്. നിർത്തുക ഗൈസ്. ബൈ. എല്ലാവരും